വന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. നമുക്ക് ഒരുമിച്ച് വീണ്ടും ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ വേണ്ടി കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുകയും അതിനായി കൂട്ടിവരുത്തുകയും ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർച്ചയായിട്ടുള്ളതാകുന്ന ഈ വേദ പഠന ക്ലാസ്സിൽ താല്പര്യത്തോടെ പകൽ സമയത്തെ ധ്യാനത്തിന് ശേഷം കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം, അതിൻ്റെ 1-ാമത്തെ അധ്യായം, അതിൻ്റെ അവസാന വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. പത്രോസ് അപ്പോസ്തലൻ ഈ വേദഭാഗത്ത് പ്രധാനമായിട്ട് താൻ തുടർന്ന് പറയുവാൻ പോകുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിലാണ് താൻ സംസാരിക്കുന്നതെന്ന് നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ താൻ 2ഉം 3ഉം അധ്യായങ്ങളിൽ പ്രധാനമായിട്ട് താൻ ഖണ്ഡിപ്പാൻ പോകുന്ന ഒരു തെറ്റായ അല്ലെങ്കിൽ വ്യാജമായ ഒരു ഉപദേശത്തെ ഖണ്ഡിക്കുന്നതിന് മുൻപായിട്ട് അതിനുള്ളതാകുന്ന ഒരു ഗ്രൗണ്ട് വർക്ക്, അല്ലെങ്കിൽ ആദ്യം ഹീസ് ക്ലിയറിങ് ദ ഡെക്സ് for the main topic to be introduced. വരാൻ പോകുന്നതാകുന്ന അല്ലെ താൻ പറയാൻ പോകുന്ന വിഷയത്തിന് അതിന് മുന്നോടിയായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 12 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ പശ്ചാത്തലം നിങ്ങളോട് പറയുകയുണ്ടായി. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ളതാകുന്ന അല്ലെ കർത്താവിൻ്റെ മടങ്ങി വരവിനെ നിഷേധിക്കുന്ന അനേക ദുരുപദേഷ്ടാക്കന്മാർ ആ കാലത്ത് ഉണ്ടായിരുന്നു. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് പത്രോസ് പറയാൻ പോകുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവിനുള്ള ഉറപ്പെന്താണെന്ന് അപ്പോസ്തലനായ പത്രോസ് പറയാൻ പോകുന്നത്. ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ആൻഡ് ദ ജഡ്ജ്മെൻറ്റ് that will follow. കർത്താവിൻ്റെ വരവും തുടർന്നുള്ള ന്യായവിധിയും, അതിനെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ നമ്മൾ തുടർന്ന് വായിക്കാൻ പോകുന്നത്. അത് നമ്മൾ 2-ാമത്തെ അധ്യായം വായിക്കുമ്പോഴാണ് ആ പ്രധാന വിഷയത്തിലേക്ക് താൻ കയറുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോൾ ആ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ കണ്ടത്. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള അതിനുള്ള ആ ഫാക്റ്റ്, ആ വസ്തുതയെ ഉറപ്പിക്കുന്നത് എന്താ? 2 കാര്യങ്ങളാണ് അപ്പോസ്തലൻ പറയുന്നത്. ഒന്ന്, ഞങ്ങൾ കർത്താവിൻ്റെ, ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോടറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. അപ്പോൾ ആ വിഷയമാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് അന്നുണ്ടായിരുന്ന തർക്ക വിഷയം അല്ലെങ്കിൽ തെറ്റായ ഉപദേശം എന്നുള്ളത് കർത്താവിൻ്റെ വരവ് സംഭവിക്കുകയില്ലെന്നുള്ളതാണ്. കർത്താവിൻ്റെ വരവും തുടർന്നുള്ള ന്യായവിധിയും സംഭവിക്കുകയില്ല. അപ്പോൾ ആ നിലയിലുള്ള ജീവിതത്തിന് അവരെ പ്രേരിപ്പിക്കുന്ന അനേക തെറ്റായ ഉപദേശങ്ങൾ അന്നുണ്ടായിരുന്നു. എന്നിട്ട് നാം പറയുകയാണ്, 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മുകളിൽ നമ്മൾ വായിക്കുന്നത് പ്രവാചക വാക്യത്തെക്കുറിച്ച് വായിക്കുന്നു. പ്രവാചക വാക്യമെന്നുള്ളത് പഴയ നിയമ പ്രവാചക വാക്യമാണ്. എന്താണ് ആ പ്രവാചക വാക്യം? നമ്മൾ കണ്ടു, കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള പ്രവാചക വാക്യം. അത് നമുക്കെന്തുണ്ട്? എങ്ങനെയുണ്ട്? സ്ഥിരമായിട്ടുണ്ട്, അധികം സ്ഥിരമായിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ മറുരൂപമലയിൽ കർത്താവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും ഞങ്ങളതിന് സാക്ഷ്യം വഹിച്ചു. ആ ശക്തിയും പ്രത്യക്ഷതയും എന്നുള്ളത്, മറുരൂപമലയിലുള്ള ആ പ്രത്യക്ഷത കേവലം കർത്താവിൻ്റെ
ദൈവത്വത്തെ വെളിപ്പെടുത്താനുള്ള ഒരു പ്രത്യക്ഷതയല്ലായിരുന്നു എന്നാ പത്രോസ് പറയുന്നത്. അതോ വരാൻ പോകുന്ന കർത്താവിൻ്റെ വരവിൻ്റെ ഒരു പ്രിവ്യൂ, അത് ഞാൻ പല ആവർത്തി പറഞ്ഞ കാര്യമാണ്, അതാണ് എന്ന് പത്രോസ് പറയുക. അത് ഞങ്ങൾ അതിന് സാക്ഷികളാണ്. 2, പ്രവാചക വാക്യം അതിനെ എന്ത് ചെയ്യുന്നു? അറ്റസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ഐ വിറ്റ്നസ് ടെസ്റ്റിമണി ഓഫ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. വി ആർ ഐ വിറ്റ്നസ്സസ് ടു ദ ഫാക്ട്. നിർമ്മിത കഥകളല്ല, ഫസ്റ്റ് ഹാൻഡ് ഞങ്ങൾ ഐ വിറ്റ്നസ് ചെയ്ത കാര്യമാണ്. 2, ഞങ്ങൾ ഏത് കാര്യം കണ്ടോ അത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടായ ഒരു വെളിപ്പാടല്ല. പിന്നെയോ പഴയ നിയമ തിരുവഴുത്ത് അതിനെ എന്ത് ചെയ്യുന്നു? സാക്ഷ്യപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അനുഭവവും പിന്നെ തിരുവഴുത്തും ഒരുപോലെ പോകുകയാണ്. ഞങ്ങളുടെ അനുഭവത്തിൻ്റെ ബേസിസിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ പറയുകയല്ല, പിന്നെയോ ഞങ്ങൾ കർത്താവിനെക്കുറിച്ച് ടെസ്റ്റിഫൈ ചെയ്യുകയാണ്. എന്നാൽ ഞങ്ങളുടെ ആ ടെസ്റ്റിമോണിയും ഞങ്ങൾ കണ്ട ആ കാര്യവും ഞങ്ങൾ കേട്ട ശബ്ദവും അത് വെറുതെ ഞങ്ങൾക്ക് തോന്നിയതല്ല. പഴയ നിയമ തിരുവഴുത്ത് ഞങ്ങൾ അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ ഉറപ്പിക്കുകയാണ്. ഈ ഒരു കാര്യമാണ് പത്രോസ് അപ്പോസ്തലൻ അവിടെ വ്യക്തമാക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ, ഞാൻ ആ 20-21 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുക, എന്നാൽ കള്ളപ്രവാചകന്മാരും വായിച്ചേ നോക്കുക. അപ്പോൾ പറയുകയാണ്, ഞാൻ ആ ഫ്ലോ ഓഫ് തോട്ട്, അതിൻ്റെ ആ ഘടനയൊന്ന് പറയുക. മുകളിൽ പറഞ്ഞതിനെ ബന്ധപ്പെടുത്തി എങ്ങനെയാണ് പത്രോസ് പറയുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവാചക വാക്യം നമുക്കധികം സ്ഥിരമായിട്ടുണ്ടെന്ന് പറഞ്ഞ ഉടനെ പറയുകയാണ്, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. കള്ളപ്രവാചകന്മാർ പണ്ടേ ഉണ്ടായിരുന്നു, ആദ്യകാലം തൊട്ടേ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോസ്തലന്മാരാകുന്ന ഞങ്ങൾ ആ ശരിയായിട്ടുള്ള പ്രവാചകന്മാർക്ക് അവരുടെ ഒരു കൗണ്ടർ പാർട്ടായിട്ട് നിൽക്കുകയാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരും. ഇനിയും കള്ളപ്രവാചകന്മാർ അന്ന് ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഇടയിൽ എന്തോ ഉണ്ടാകും? വ്യാജ ഉപദേഷ്ടാക്കന്മാരുണ്ടാകും. അപ്പോൾ ആ വിഷയം പറയുന്നതിന് പിന്നെ പറയുകയാണ്, ആ ദുരുപദേഷ്ടാക്കന്മാരെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നാ തുടർന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം പറയുന്നതിന് മുന്നോടിയായിട്ട് പറയുന്ന വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇത് പറയുന്നതിന് കാരണം ആ കോണ്ടെക്സ്റ്റ്, പശ്ചാത്തലമൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. ആകട്ടെ, നമുക്ക് മടങ്ങി വരാം. 19, 20, 21 ഈ വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 19-ാമത്തെ വാക്യമാണ് പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന സാക്ഷ്യം ഐ വിറ്റ്നസ് ടെസ്റ്റിമണി മാത്രമല്ല, പ്രവാചക വാക്യവും സ്ഥിരമായിട്ട് നമുക്കുണ്ട്. ഇനിയും ആ പ്രവാചക വാക്യത്തെ ഇപ്പോൾ നമ്മൾ എങ്ങനെ കരുതണം? 19-ാം വാക്യം. നോക്കുക, നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രഭാത നക്ഷത്രം, ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നല്ലത്. അപ്പോൾ
ഈ പ്രവാചക വാക്യം എന്നുവരെ കരുതണം? നേരം വെളുക്കുന്നത് വരെ. നേരം വെളുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ നിയമത്തിൽ കണ്ടു, കർത്താവിൻ്റെ വരവ്. രാത്രി കഴിവാറായി, പകല് ഏറ്റവും അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകലേറ്റവും അടുത്തപ്പോൾ നേരം വെളുക്കുന്നതുവരെ, നേരം വെളുക്കുന്നതുവരെയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രഭാത നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നമ്മൾ കാണുന്നു. കർത്താവിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. ആ പ്രകാശത്തിൽ നമ്മൾ നടക്കണം. എന്നുവരെ നടക്കണം? കർത്താവിൻ്റെ വരവ് വരെ നമ്മൾ നടക്കണം. കർത്താവിൻ്റെ വരവ് വരെ നമ്മെ നടത്താനായി തന്നിരിക്കുന്നതാണ് എന്ത്? വേദപുസ്തകം. അതുകൊണ്ടാണ് നമ്മൾ കൊരിന്ത്യരുടെ 1-ാമത്തെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. ഒന്ന് വായിക്കാമോ? അപ്പോൾ നാം അഭിമുഖമായിട്ട് കാണും. ഇപ്പോൾ നമ്മൾ ഭാഗികമായിട്ട് അറിയുന്നു. പൂർണ്ണമായിട്ട് അറിയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താ? ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രഭാത നക്ഷത്രം ഉദിച്ചിട്ടില്ല. എന്നാൽ ഈ സകല പ്രവാചകങ്ങളും ആരെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞോ ആ വ്യക്തിയുമായിട്ടുള്ള വ്യക്തിപരമാകുന്ന പേഴ്സണൽ കോണ്ടാക്റ്റിലേക്ക് നമ്മൾ വരും. മനസ്സിലാവുന്നുണ്ടോ? അതാ പത്രോസ് പറയുന്നേ. ഇന്ന് ഇരുട്ടിൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ നമ്മൾ അതിനെ കരുതുകയാണ്. പക്ഷെങ്കിൽ ഇന്ന് നമ്മൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അംശമായി മാത്രം അറിയുന്നു. ഇന്ന് നമ്മൾ അംശമായി മാത്രം എന്ത് ചെയ്യുന്നു? പ്രവചിക്കുന്നു. ഇന്ന് അംശമായിട്ടേ അറിയുന്നുള്ളൂ. അംശമായി എന്നാ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തേ? നമുക്കറിയുന്ന വേദഭാഗമല്ലേ? അംശമായി മാത്രം പ്രവചിക്കുന്നു. എന്നാൽ പൂർണ്ണമായത് വരുമ്പോഴോ അതിനെക്കുറിച്ച് പല തർക്കങ്ങളും വാദങ്ങളും ഉണ്ട്. എൻ്റെ വിഷയം അതല്ലെങ്കിലും വന്നതുകൊണ്ടൊന്ന് പറഞ്ഞു പോകാം. അതായത് പുതിയ നിയമ കാനോൻ്റെ നിവർത്തീകരണത്തെക്കുറിച്ച് അവിടെ പറയുന്നതെന്ന് ചിലർ പറയാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കൃപാവരങ്ങൾക്ക് പ്രസക്തിയില്ലെന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം. പക്ഷെങ്കിൽ ആ വേദഭാഗത്തിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കൊരിന്ത്യർക്കാണല്ലോ എഴുതിയേ, കൊരിന്ത്യർ ആ നിലയിൽ അതിനെ മനസ്സിലാക്കിയോ എന്നുള്ളതാണ് വിഷയം. നോ. കൊരിന്ത്യ ലേഖനം നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പശ്ചാത്തലത്തിലല്ലത് പറയുന്നത്. കാരണം ഇന്ന് ഞാൻ കണ്ണാടിയിൽ കടമൊഴിയായിട്ട് കാണുകയാണ്. പക്ഷേ അന്ന് എന്ത് ചെയ്യും? അപ്പോൾ ഓഫ് കോഴ്സ് അംശമായതെന്ന് അവിടെ പറയുന്നത് ഗിഫ്റ്റ് ഓഫ് പ്രൊഫസിയെ കുറിച്ചാണ്. അതും എന്താ? പ്രവചന വരം എന്നൊക്കെ പറയുന്നത് എന്താ? അംശമായതാ. ഭാഷാവരം എല്ലാം എന്താ? അംശമായതാ. പക്ഷെ അതെന്നു വരെ ഉണ്ട്, അത് മറന്നു പോകരുത്. 1-ാം നൂറ്റാണ്ടിൽ ഇത് നിന്നുപോയെന്നൊക്കെയുള്ള ആശയങ്ങളുണ്ട്. അങ്ങനല്ല. കർത്താവിൻ്റെ വരവ് വരെ എന്തുണ്ട്? കൃപാവരങ്ങൾ സഭയ്ക്ക് വേണ്ടി കൊടുത്തേക്ക്. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് കൃപാവരങ്ങളെ, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പീൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കിയും അരുതെന്ന് പറഞ്ഞേക്കുന്ന അതുകൊണ്ട് അത് സഭയോട് പറഞ്ഞേക്കുക എന്ന് പറഞ്ഞാൽ കൃപാവരങ്ങൾ ഈസ് ഇൻ ഓപ്പറേഷൻ അണ്ടിൽ ദ കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് നമ്മൾ കണ്ണാടിയിൽ കടമൊഴിയായിട്ട് കാണുന്നേ ഉള്ളൂ. ഇന്ന് നമ്മൾ അംശമായിട്ട് മാത്രം അറിയുന്നു. അംശമായത് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രവചിക്കുന്നു. എന്നാൽ പൂർണ്ണമായത് വരുമ്പോൾ
അപ്പോൾ ആ ഒരു പദപ്രയോഗത്തെക്കുറിച്ചാണ് സംശയം. പൂർണ്ണമായതെന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ കുറിച്ചല്ലേ പറയുന്നത്, അത് വേദപുസ്തകത്തെക്കുറിച്ച് എന്നാൽ നോ, കോണ്ടെക്സ്റ്റാണ് നിശ്ചയിക്കുന്നത് എന്താ അർത്ഥമെന്നുള്ളത്, അല്ലാതെ ഒരു പദമല്ല ഒരു വാക്യത്തിൻ്റെ അർത്ഥത്തെ നിശ്ചയിക്കുന്നത്. എനിവേ, അപ്പോൾ നിശ്ചയമായിട്ടും അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഇതെല്ലാം അംശമായിട്ട് മാത്രമുള്ള അറിവാണ്. എന്നാൽ അത് നമുക്ക് ഇരുണ്ട സ്ഥലത്ത് നമ്മുടെ പാദങ്ങൾ വെക്കാനുള്ള പ്രകാശം അതെന്ത് ചെയ്യുന്നു? തന്നുകൊണ്ടിരിക്കുക. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കാത്താൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം. അതാണ് നമ്മൾ കരുതേണ്ടത്. നമ്മൾ ഈ അറിയാൻ വയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് തലമുണ്ടാക്കിയല്ല വേണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് അല്പം താഴോട്ട് പറയാം. ഈ എക്സ്ട്രാ ബിബ്ലിക്കൽ റെവലേഷൻ്റെ പുറകെ അല്ല നമ്മൾ പോകേണ്ടത്. പിന്നെന്തുവാ? ബിബ്ലിക്കൽ റെവലേഷനാണ് നമുക്ക് ആവശ്യം. അതിനെക്കുറിച്ച് താഴോട്ട് ഞാൻ പറയും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ കരുതണം. കാരണം ഒരു ദിവസം വരുന്നു, ഇതിൻ്റെ ആവശ്യം നമുക്ക് ഇല്ലാതെ വരുന്നൊരു ദിവസം വരികയാണ്. എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ ആവശ്യം നമുക്കില്ല. ഇന്ന് ഒരിക്കൽ ബോംബെയിൽ വന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചെവിയാലേ കേട്ടതാണ്. നമ്മുടെ ആൾക്കാരൊക്കെ വലിയ ആളായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു പ്രസംഗനാണ്. അദ്ദേഹം പറയുന്നത് കേട്ടെ, ഈ സാധാരണ വിശ്വാസികൾക്ക് ആ വേദപുസ്തകം, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഡയറക്റ്റ് റെവലേഷനിലാണ് നടക്കുന്നത്, ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ആരാന്ന് എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ പറയാം, നമ്മൾ പലരും വലിയ ആളായിട്ട് കരുതുന്ന ഒരാളാണ്. അത്രയും ഞാൻ പറഞ്ഞു വിടുകയാണ്. അബ്രഹാം നേരിട്ടുള്ള റെവലേഷനായിരുന്നു, വേദപുസ്തകമൊന്നും അല്ലായിരുന്നു അബ്രഹാമിന്. പൗലോസ് നേരിട്ടുള്ള റെവലേഷൻ, വേദപുസ്തകമൊന്നും. എന്തോ അബദ്ധങ്ങളാണ്. എനിവേ, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഞങ്ങളൊക്കെ ഇതല്ല. ഞങ്ങളുടെ ചർച്ചിൽ ബൈബിൾ ക്ലാസ് ഇല്ല. ഭയങ്കര അഭിമാനത്തോടെ അയാൾ പറയുന്നത്, ഭയങ്കര അഭിമാനത്തോടെ പറയുന്നത്, ഞങ്ങളുടെ ബൈബിൾ ക്ലാസ് ഇല്ല, ഞാനത് പണ്ടേ നിർത്തി, അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ നേരിട്ടുണ്ട്. നോ, എക്സ്ട്രാ ബിബ്ലിക്കൽ റെവലേഷൻ അല്ല. പിന്നെ പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ടുണ്ട്. ആ പ്രവാചകവാക്യത്തെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നേരം വെളുക്കുന്നതുവരെയും പ്രഭാത നക്ഷത്രം നമ്മുടെ ഹൃദയങ്ങളിൽ ഉദിക്കുവോളം അതിനെ നമ്മൾ കരുതണം. കാരണം അന്ന് ആരെക്കുറിച്ച് ഈ തിരുവെഴുത്ത് പറഞ്ഞേക്കുന്നോ ആ വ്യക്തിയുടെ അക്ഷരീകമാകുന്ന സാമീപ്യം നമുക്ക് കിട്ടുകയാണ്. പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. കാരണം ആരെക്കുറിച്ച് ഇതെല്ലാം പറഞ്ഞേക്കുന്നോ ആ വ്യക്തി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതാണ് അതിൻ്റെ വിഷയം. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിൽ, ഇപ്പോഴത്തെ കാലമല്ല, ഈ ഗൾഫിൽ നിന്നൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ അയക്കുന്ന എഴുത്തുകൾ എന്ത് പ്രഷ്യസ് ആയിരുന്നെന്നറിയാമോ? ഇല്ലേ? ഒരെഴുത്തൊക്കെ വരുന്നത് ഭയങ്കര പ്രഷ്യസ് ആയിരുന്നു, വളരെ വിലയുള്ളതായിരുന്നു. പല പ്രിയപ്പെട്ടവരും ആ എഴുത്തുകളൊന്നും കളയാറില്ല. ഗൾഫിൻ്റെ കാര്യം പോട്ടെ, പല സന്ദർഭങ്ങളിൽ മറ്റ് നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞ് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആ ലെറ്ററൊക്കെ അവിടെ കാണും. വീട്ടിൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ അയച്ച ലെറ്റേഴ്സൊക്കെ അവിടെ ഉണ്ടാകും. ഇടയ്ക്കൊക്കെ അവരെടുത്ത് വായിക്കുന്നുണ്ടാകാം, നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ എഴുതിയോ ആ ആള് പേഴ്സണലി അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ എഴുത്ത് വായിച്ചുകൊണ്ടിരിക്കുവോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അതാണ് ഇവിടെ പറയുന്ന കാര്യം. ആരാണ് ആ ലെറ്റർ എഴുതിയത് ആ ആള് വ്യക്തിപരമായിട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ എന്തില്ല, അതിൻ്റെ ആവശ്യമില്ല. അതുപോലെയാണ് ആരെക്കുറിച്ച് ഇത് പറഞ്ഞേക്കുന്നു, അല്ലെങ്കിൽ ആരയച്ച കത്താണോ ഇത്, ആരയച്ച ഈ കത്ത്, ആ ആള് തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുക. പിന്നെ എന്തില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഫുൾ റെവലേഷനാണ്. പാർഷ്യൽ റെവലേഷൻ മാറി, ഭാഗികമായിട്ട് അംശമായിട്ടുള്ള അറിവ് മാറി. പിന്നെ നമ്മൾ അറിയപ്പെട്ടതുപോലെ നമ്മൾ അറിയാൻ പോവുകയാണ്. ഞാൻ അറിയപ്പെട്ടതുപോലെ അറിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായോ?
മനസ്സിലായോ? നമ്മളെ ദൈവം എങ്ങനെ അറിഞ്ഞോ അതുപോലെ നമ്മൾ ദൈവത്തെ അറിയാൻ പോകുന്നു എന്നാ എൻ്റെ ചിന്ത. ഞാനൊരു വ്യാഖ്യാനം അതിന് കൊടുക്കുക അല്ല, അതാണ് ഗ്രാമാറ്റിക്കലി അങ്ങനെയാണെന്ന് തോന്നുന്നു. നാം അറിയപ്പെട്ടതുപോലെ എന്ത് ചെയ്യാൻ പോകുക? നമ്മൾ അറിയാൻ പോകുക എന്ന് പറഞ്ഞാൽ ദൈവം ഇന്ന് നമ്മളെ എങ്ങനെ അറിയുന്നോ അന്ന് അതുപോലെ നമ്മൾ ദൈവത്തെ അറിയാനായി പോകുക. അറിയപ്പെട്ടതുപോലെ നാം അറിയാൻ പോകുക. അതുവരെ ഇതിനെ എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം. ഇനിയും അങ്ങനെ ആ കരുതിക്കൊള്ളേണ്ട ആ പ്രവാചക വാക്യത്തിൻ്റെ വില എന്താണ്? വൈ വി ഷുഡ് വാല്യൂ ദ പ്രൊഫറ്റിക് വേർഡ്, അതിനെക്കുറിച്ചാണ് അടുത്ത 2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. എന്തുകൊണ്ടാ ഈ പ്രൊഫറ്റിക് വേർഡ് ഇത്ര വാല്യബിൾ ആയിരിക്കുന്നത്? ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നേരം വെളുക്കുന്നത് വരെ അതിനെ കരുതുന്നുണ്ട്. എന്തുകൊണ്ടാ? അതിൻ്റെ വിലയെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കിയ അത് നമുക്കൊന്ന് വായിക്കാം. തിരുവഴുത്തിലെ പ്രവചനമൊന്നും എനിവേ ആ ട്രാൻസ്ലേഷനേക്കാളും കൃത്യതയുള്ളത് നമ്മുടെ പഴയ ട്രാൻസ്ലേഷനാണ്. കറക്റ്റ് അത് ആ അർത്ഥം വ്യക്തമാക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. അത് നല്ല ട്രാൻസ്ലേഷനാണ്, മനസ്സിലാക്കുക. എന്നാൽ കൃത്യമാകുന്ന പരിഭാഷ പഴയ ട്രാൻസ്ലേഷൻ തന്നെയാണ്. തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. എന്നിട്ട് പറയുക, പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അപ്പോൾ എന്തുകൊണ്ട് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നേരം വെളുക്കുന്നത് വരെ ഈ പ്രവാചക വാക്യത്തെ കരുതേണം എന്നതിൻ്റെ കാരണമാണ് പത്രോസ് പറയുകയാണ്. അതിന് 2 കാരണങ്ങൾ പ്രധാനമായിട്ട് പറയുന്നു. ഒന്ന്, prophecy is not a product of the prophet. അതാ ഒന്നാമത്തെ കാര്യം. Why this word of prophecy is so precious and valuable? എന്തുകൊണ്ട് ഇത് വളരെ വിലയുള്ളതാണ്? അതിൻ്റെ കാരണം ഇത് പ്രവാചകന് തോന്നിയിട്ട് പറഞ്ഞതല്ല. പ്രവാചകന്റെ ഇഷ്ടം തോന്നിയിട്ട് അവന് വെളിപ്പാട് കിട്ടിയപ്പം അവന് തോന്നിയതൊന്ന് കണ്ടതുമല്ല, പിന്നെ അവന് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചതുമല്ല. മനസ്സിലാകുന്നുണ്ടോ? വൈ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്? കാരണം ഒന്നാമത് നെഗറ്റീവായിട്ട് പറയുക, ഇത് ഇതെന്തല്ല പ്രവചനം സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. 2, ഈ പ്രവചനം, അടുത്ത വാക്യം, ഇത് ദൈവത്തിൻ്റെതാണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യർ സംസാരിച്ചതാണ്. അപ്പോഴതുകൊണ്ടാണ് ഇതിനെ ഇരുണ്ട സ്ഥലത്തു പ്രകാശിക്കുന്ന വിളക്ക് പോലെ നമ്മൾ കരുതേണ്ടെന്ന കാര്യം അതാ. കാരണം ഈ പ്രവചനങ്ങളൊന്നും തന്നെ പ്രവാചകന്റെ ഇഷ്ടപ്രകാരം വന്നതല്ല, പ്രവാചകൻ കൊടുക്കുന്ന വ്യാഖ്യാനവും അല്ല ഇതിന്. പിന്നെയോ ഇതെല്ലാം തന്നെ ദൈവത്തിൻ്റെ കൽപ്പനയാൽ പരിശുദ്ധാത്മ നിയോഗത്താൽ മനുഷ്യർ സംസാരിച്ചതാ. ഇനി നമുക്ക് ആ വിഷയം ഒന്നുകൂടെ വ്യക്തമായിട്ടൊന്ന് ചിന്തിക്കാം. അത് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞാൽ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി
യു മസ്റ്റ് നോ, നീ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം, ഈ പ്രവചനം, അതായത് കർത്താവ് മടങ്ങി വരാൻ പോകുന്നു എന്നുള്ള ഇൻ പർട്ടിക്കുലർ, അല്ലെങ്കിൽ പർട്ടിക്കുലറായിട്ട് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. കർത്താവിൻ്റെ പ്രത്യക്ഷതയും രാജ്യവും മഹത്വവും, അതും തിരുവഴുത്തിലെ പ്രവചനം ഒന്നും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. അത് മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, മനുഷ്യൻ്റെ സ്വയമാകുന്ന വ്യാഖ്യാനത്താൽ ഉളവാകുന്നതുമല്ല. അത് ദൈവത്തിൻ്റെ. ഇനിയും നമ്മൾ ആ ഒരു പദം, അതിനെ ഒന്ന് ക്വാളിഫൈ ചെയ്യുന്ന പദം അവിടെ ഉണ്ട്. അത് ഞാൻ മനഃപൂർവ്വം വിട്ടു. എന്നാൽ നമുക്ക് അങ്ങോട്ട് പെട്ടെന്നൊന്ന് നോക്കാം ആ ഭാഗം. അവിടെ പറയുന്നത് തിരുവഴുത്തിലെ പ്രവചനമൊന്നും. അപ്പോൾ ഇവിടെ പത്രോസ് പറയുന്ന ഈ ചിലർ ഈ വാക്യമൊക്കെ എടുത്തേച്ച് ആൾക്കാർ വരട്ടും, ഇതൊന്നും ഞങ്ങളോടൊന്നും തിരിച്ചു പറഞ്ഞേക്കല്ലോ കേട്ടോ, ഇതൊക്കെ കർത്താവ് അടിച്ചുകളയും അല്ലെ പിടിച്ചുകളയും എന്നൊക്കെ പറയും ചില ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചിട്ടേ. പോയി പണി നോക്കാൻ പറയണം. ഇത് അതിനെ ശരിക്ക് വിവേചിക്കാനാണ് വേദോസം പറയുന്നത്. അവർ പറയുന്ന ചോദ്യം ചെയ്യില്ലെന്ന, അങ്ങനെ അല്ല പോയി വിവേചിക്കണം. പിന്നെ ഏതിനെയാണ് വിവേചിക്കേണ്ടാത്തതെന്നറിയാമോ? തിരുവഴുത്തിലെ പ്രവചനം. അതുപോലെ അങ്ങ് എടുത്തേക്കണം. അതുകൊണ്ടാണ് അവിടെ ക്വാളിഫൈ ചെയ്യുന്നത്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനറിയാം, അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ അവിടെ കൊടുത്തില്ലായിരുന്നു ഇന്നത്തെ ബിരുദന്മാർ ഇതൊക്കെ എടുത്ത് അറിവില്ലാത്തവരെയും അസ്ഥിരന്മാരെയും വലച്ചേനെയും. എന്നാലും വലയ്ക്കും, ഇതെല്ലാം ഉണ്ടെങ്കിലും വലയ്ക്കും. കാരണം എന്നെ ഒന്ന് വലച്ചേച്ച് പോകുന്നും പറഞ്ഞ് ആൾക്കാർ ചെല്ലുമല്ലോ, അങ്ങനെയുള്ളവരെ വലയ്ക്കും. അങ്ങനെയുള്ളവരേ വലയ്ക്കത്തുള്ളൂ. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, ഈ സോ കോൾഡ് പ്രോഫസിയെക്കുറിച്ച് അല്ല ഇത് പറയുന്നത്. പിന്നെ എന്താ? തിരുവഴുത്തിലെ പ്രവചനം. നമ്മൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കണം. തിരുവഴുത്തിലെ 80% പ്രവചനവും നിവർത്തിയായ പ്രവചനങ്ങളാണ്. നമുക്കറിയാമോ? 80% പ്രവചനം നിവൃത്തിയായ പ്രവചനങ്ങൾ. എന്തിനേറെ രാജ്യങ്ങളെക്കുറിച്ചും രാജാക്കന്മാരെക്കുറിച്ചും അതുപോലെ രാഷ്ട്രീയ ഇളക്കം മറിച്ചിലിനെ കുറിച്ചും വരെ കൃത്യമാകുന്ന പ്രവചനമുണ്ട്. അത് നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ്. ദാനിയേലിൻ്റെ പ്രവചനമൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ദാനിയേലിൻ്റെ പ്രവചനമൊക്കെ എത്ര കൃത്യമാണെന്നറിയാമോ? ആ ഒരൊറ്റ കാരണം കൊണ്ട് ദാനിയേലിൻ്റെ പ്രവചനത്തെ ഇതൊക്കെ സംഭവിച്ച ശേഷം ആരോ ചമച്ചതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അത്ര കൃത്യമാണ്. ആ സാമ്രാജ്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്ന വിഷയങ്ങൾ ഭയങ്കര കൃത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പൊള്ളയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറഞ്ഞാൽ മതിയല്ലോ. ദാനിയേലിൻ്റെ പ്രവചനം എന്നൊക്കെ പറയുന്നത് പിന്നീട് ആരോ കെട്ടിച്ചമച്ചാണ്. പക്ഷെങ്കിൽ അതൊന്നും നിലനിൽക്കുന്ന ആർഗ്യുമെൻറ്റ്സ് അല്ല. കാരണം വളരെ കൃത്യമാകുന്ന നല്ല സ്കോളർഷിപ്പ് ഉണ്ട്. ദാനിയേലിൻ്റെ പ്രവചനമൊക്കെ അതിനു മുൻപ് വളരെ നാളുകൾക്ക് മുൻപ് എഴുതിയതാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കൾ. എനിവേ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എത്ര കൃത്യമായിട്ട് പ്രവചനങ്ങൾ നിവൃത്തിയായി. 80% പ്രവചനങ്ങളും എന്ത് ചെയ്തു? നിവൃത്തിയായി. തിരുവഴുത്തിലെ 80% പ്രവചനങ്ങൾ നിവൃത്തിയായി. അതിൻ്റെ കാരണം അത് മനുഷ്യന് തോന്നിയിട്ടൊന്നും പറഞ്ഞ കാര്യം അല്ല. അതുകൊണ്ടാണ് അത്ര കൃത്യതയോടെ അത് നിവൃത്തീകരിക്കപ്പെട്ടത്. മനുഷ്യൻ്റെ മനസ്സിൽ തോന്നിയ ആശയങ്ങളല്ലത്. പിന്നെയോ ദൈവത്തിൻ്റെ കൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ
നിയോഗം പ്രാപിച്ചിട്ട് പറഞ്ഞ കാര്യമാണ്. അങ്ങനെയെങ്കിൽ ആ തിരുവഴുത്തിലെ ആ പ്രവചനങ്ങളൊക്കെയും നിവൃത്തിയായെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാക്കിക്കോ, ഇത് ചെറിയ കാര്യമല്ല. ഇത് ചെറിയ കാര്യമല്ല. ഇത് ഭയങ്കര വാല്യൂ ഉള്ള വിഷയമാണ്. ഇത് നടക്കുവാൻ ഇനിയും നിവൃത്തീകരിക്കപ്പെടാനുള്ളത് നിവൃത്തീകരിക്കപ്പെടും. അപ്പോൾ തിരുവഴുത്തിലെ പ്രവചനങ്ങളൊന്നും തന്നെ, തിരുവഴുത്തിലെ പ്രവചനം ഒന്നും എന്തില്ല, സ്വയമായ വ്യാഖ്യാനത്താലല്ല. എന്താണ് ഈ സ്വയമായ വ്യാഖ്യാനം എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നതിൻ്റെ കാരണം എന്താ? അതായത് തിരുവഴുത്തുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥത്തിന് വിരുദ്ധമായി, പൊതുവായിട്ട് പറഞ്ഞാൽ, വ്യാഖ്യാനിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് പത്രോസ് അപ്പോസ്തലന്റെ കാലത്തും ഉണ്ടായിരുന്നു. അതിൻ്റെ 3-ാമത്തെ അധ്യായം 16-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്ന ആശയം ഒന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് 2 പത്രോസ് 3:16. ആ ആ ആ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ ഉണ്ട്. ആ ആ ആ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നോവൽ ഇൻ്റർപ്രിട്ടേഷൻ, ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത വ്യാഖ്യാനമൊക്കെ കൊടുത്തു കളയും. അപ്പോൾ ഇവിടെ പത്രോസ് പറയുക, അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായിട്ടുള്ളവർ മറ്റ് തിരുവഴുത്തുകളെ പോലെ തങ്ങളുടെ നാശത്തിനായി ഇവയെ എന്ത് ചെയ്യുക? കൊട്ടിക്കളയുക. അപ്പൊ തിരുവഴുത്തുകളിലെ പ്രവചനമൊന്നും നമ്മുടെ വിംസ് ആൻഡ് ഫാൻസീസ് അനുസരിച്ചല്ല എന്ത് ചെയ്യേണ്ടത്, വ്യാഖ്യാനിക്കേണ്ടത്. ഞാൻ മുമ്പേ പറഞ്ഞ ആ വിരുദ്ധനെ അന്ന് തന്നെ പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ ഞാൻ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പല വിചിത്രമായ വ്യാഖ്യാനങ്ങൾ കേട്ട് ആരോ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അപ്പോൾ അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, ആരോടോ ഒരിക്കൽ ഇതുപോലൊരു ചോദ്യം ആരോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കടൽക്കരയിൽ പോയി നിന്നിട്ടില്ലേ? ഉണ്ട്. കടൽക്കരയിൽ തിര ഇങ്ങനെ അടിക്കുകയല്ലേ? അതെ. തിരയടിക്കുമ്പം ഒരു തിരയ്ക്ക് സമാനമായിട്ട് വേറൊരു തിരയുണ്ടോ? ഇല്ല. എല്ലാ തിരയും വ്യത്യസ്തമാണ്. എന്നാൽ അതെല്ലാം തിരയല്ലേ? അതെ. അതുപോലെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് വെച്ച് എന്നെ ചോദ്യം ചെയ്യുകയൊന്നും വേണ്ട, ഇതും വ്യാഖ്യാനമാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചേ, സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല, തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനല്ല തന്നേക്കുന്നത്. കാരണം ഈ പ്രവാചകന്മാരെ കുറിച്ച്, അതായത് തിരുവഴുത്തിലെ ആ പ്രവാചകന്മാരെന്നൊക്കെ പറയുമ്പം ഇവിടെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ കുറിച്ചാണല്ലോ പറയുന്നത്. ചില വേദഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യെരമ്യാവിൻ്റെ പ്രവചനം ഒന്നെടുത്തേ. യെരമ്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിന് ശേഷം 13-ാം വാക്യം കൂടെ. യെരമ്യാവ് 1. നോക്ക്, അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി. വായിച്ചു. നീ എന്ത് കാണുന്നു? അപ്പൊ ദൈവം എന്തോ ചെയ്തു? ഒരു വെളിപ്പാട് അവൻ എന്ത് ചെയ്തു? കൊടുത്തല്ലോ. ആദ്യം ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ,
നീ എന്ത് കാണുന്നു? ആ ആ ആ അതിൻ്റെ 12-ാമത്തെ വാക്യം കൂടെ വായിച്ചു. അവൻ എന്നോട് നീ കണ്ടത് ശരി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു വെളിപ്പാട് കൊടുത്തു, പിന്നെ അതിൻ്റെ പുറകെ എന്ത് ചെയ്തു? ഒരു അറ്റസ്റ്റേഷൻ കൊടുത്തു, നീ കണ്ടത് ശരിയാ. അപ്പോൾ വെളിപ്പാട് കൊടുക്കുന്നത് ആരാ? ദൈവം. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറഞ്ഞ കാര്യമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. കാരണം വെളിപ്പാട് കൊടുത്തതാരാ? ദൈവമാണ്. ഒരു പ്രവാചകനും എനിക്കിന്ന് വെളിപ്പാട് കാണണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ടല്ല. ദൈവം അവൻ എന്ത് ചെയ്യുക? വെളിപ്പാടം കൊടുക്കുക. ദാനിയേലിൻ്റെ കാര്യം എടുത്ത് ദാനിയേലിൻ്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ, യെരമ്യാവിൻ്റെ ആമോസിൻ്റെ പ്രവചനം, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദാനിയേലിൻ്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ ആ കണ്ടു. എന്നിട്ട് നമ്മൾ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 8-ാം അധ്യായത്തിലേക്കും 9-ാം അധ്യായത്തിലേക്കും ഒക്കെ വരുമ്പോൾ നമ്മളവിടെ കാണുന്നൊരു കാര്യമുണ്ട്. ഈ വെളിപ്പാട് കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ദർശനം കൊടുക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെ എന്തോ കൂടെ കൊടുത്തു? വ്യാഖ്യാനം കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. അത് ആ വെളിപ്പാടും ആ ദർശനവും ഇതെല്ലാം കൊടുക്കുന്നത് ദൈവമാ. പിന്നെ അതിൻ്റെ വ്യാഖ്യാനം കൊടുക്കുന്നതും ആരാ? ദൈവം. അപ്പോൾ പ്രവാചകന്മാരുടെ വാക്യത്തെ എന്തുകൊണ്ട് നമ്മൾ അധികം വളരെ കരുതലോടെ അതിനെ കാണണം എന്നുള്ളതിൻ്റെ കാരണം ഇവിടെ പത്രോസ് പറയുക. ആദ്യം തന്നെ മനസ്സിലാക്കിക്കൂ, ഇത് ആർക്കെങ്കിലും തോന്നിയ ഒരു സ്വപ്നമോ പേക്കിനോ ഒന്നും അല്ലിത്. പിന്നെന്താ ഇത് ദൈവം കൊടുത്ത കാര്യമാണ്. 2, ദൈവം അത് കൊടുത്തിട്ട് അതിന് വ്യാഖ്യാനവും കൊടുത്തു. പ്രവാചകന്റെ ചിന്തയനുസരിച്ച് എന്തെങ്കിലും പറഞ്ഞേക്കുകയല്ല, പിന്നെയോ ദൈവം അതിൻ്റെ വ്യാഖ്യാനവും കൊടുത്തു. സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. അപ്പോൾ നിശ്ചയമായിട്ടും മനുഷ്യൻ്റെ യാതൊരു വിധമാകുന്ന കൈകടത്തലുമില്ലാതെ ദൈവം തന്നെ നൽകിയ വെളിപ്പാടും അതിൻ്റെ വ്യാഖ്യാനവുമാണിത്. എന്നാൽ അതിൻ്റെ ഒരു മറുവശം നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ടല്ലെങ്കിലും വേദപുസ്തകത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അതേ സമയം തന്നെ മനുഷ്യന് അവൻ്റെ ഭാഷയും അവൻ്റെ സ്കിൽസും ദൈവം അവന് കൊടുത്ത ടാലൻസും ഒക്കെ ഉപയോഗിക്കാനുള്ള ആ സ്വാതന്ത്ര്യവും ദൈവം കൊടുത്തു. അതുകൊണ്ടാണ് ഈ 119-ാം സങ്കീർത്തനമൊക്കെ വായിച്ചാണ് മനോഹരമാകുന്ന പൊയട്രിയാണ്. മനോഹരമാകുന്ന പൊയട്രിയാണ്. വളരെ ഹീബ്രു ആൽഫബറ്റിലെ ഓരോ അക്ഷരം, ആ അക്ഷരമാലയിലെ ഓരോ അക്ഷരമാണ് ആ ഓരോ വാക്യം. ഓരോ ആ പാട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഓരോ വാക്യങ്ങളുടെയും ആരംഭം ആ അക്ഷരം വെച്ച് ആരംഭിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. എന്ന് പറഞ്ഞാൽ ആ 119-ാം സങ്കീർത്തനം ആരെഴുതിയോ അവന് ദൈവം കൊടുത്ത ആ കാവ്യവാസന ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തു. അതാ വേദപുസ്തകത്തിൻ്റെ സവിശേഷത. അതുപോലെ പത്രോസ് ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ ആ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഘനമായിട്ടുള്ളതാണ്. അതിന് കാരണം എന്താ? പൗലോസിൻ്റെ വാക്ക്, അവൻ്റെ ശരീരസന്നിധി ബലഹീനമാണെങ്കിലും അവൻ്റെ ലേഖനങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു?
ഈടിട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിന്റെ ജ്ഞാനത്തിന് തക്കവണ്ണം ദൈവം കൊടുത്ത വെളിപ്പാടിനെ വിവരിപ്പാൻ എന്തുണ്ടായിരുന്നു? ദൈവം അനുവാദം കൊടുത്തെന്ന് സാരം. അപ്പൊ ഈ രണ്ട് ഭാഗം ഒരുപോലെ മനസ്സിലാക്കണം. പഴയ ദൈവവചനത്തിലെ പ്രവചനം ഒന്നും തന്നെ സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ലെന്ന് ആദ്യം തന്നെ അറിയുക. മനുഷ്യർ അത് ദൈവത്തിൻ്റെ നിയോഗത്താൽ, പരിശുദ്ധാത്മാവിനാലാണ് അതിനെ നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഇനിയും ആ ഭാഗം ഒന്നുകൂടെ ആഴമായിട്ട് അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് താൻ വരികയാണ്. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. പഴയ നിയമ തിരുവെഴുത്തുകളിലും ഈ ഫോൾസ് പ്രോഫറ്റ്സിനെ തിരിച്ചറിയുന്നതിന് ദൈവം കൊടുത്ത അളവുകോൽ എന്തായിരുന്നെന്നറിയാം? അവർ സ്വന്തം ഹൃദയത്തിലെ ആലോചന പറയുന്നു എന്നുള്ളതായിരുന്നു. ഉദാഹരണത്തിന് 1-2 വാക്യങ്ങളൊന്നും വേണേ വായിച്ചു, അത് ഉപകാരപ്രദമാണ്. യെരമ്യാവിൻ്റെ പ്രവചനം 14:14, അതുപോലെ 23:16, എസെക്കിയേൽ 13:3, ഈ വാക്യങ്ങളിലൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 14:14 വായിച്ചേ. പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. അടുത്തത്, ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല. യെസ്. നോക്ക, സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും ഇല്ലാത്ത കാര്യവും. അപ്പൊ ഈ ഫാൾസ് പ്രോഫറ്റ്സിന്റെ കാര്യം എന്താ? ഇല്ലാത്ത കാര്യമൊക്കെ പറയുക. അടുത്ത കാലത്ത് കണ്ടു ഒരു 3 പറഞ്ഞൊരു പരിപാടിയുണ്ട്. എനിവേ, അപ്പോൾ പ്രവാചകന്റെ ഫോൾസ് പ്രോഫറ്റിനെ തിരിച്ചറിയാൻ ദൈവം പറയാ, അവൻ എന്തുവാ സ്വന്തം ചുമ്മാ അങ്ങ് പറഞ്ഞേക്ക, ഒത്താലൊത്തു. ചിലപ്പോൾ അങ്ങ് ഒക്കുകയും ചെയ്യും, ചിലപ്പോൾ ഒക്കുകയും ചെയ്യും. ഈ ആഫ്രിക്കയിലൊരു വലിയ പ്രവാചകൻ TB ജോഷുവ എന്നും പറഞ്ഞു, അങ്ങേര് ഹിലാരി ക്ലിൻ്റൺ ജയിക്കുമെന്നും പറഞ്ഞു ഭയങ്കര പ്രൊഫസിയൊക്കെ ഇട്ടേച്ച് ഒടുവിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സംഭവം കഴിഞ്ഞപ്പോൾ അത് നീക്കി. അത് പക്ഷേ ഈ ഓൾറെഡി എല്ലായിടത്തും വ്യാപിച്ചിരുന്നത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ടും അയ്യോ അങ്ങൊരു ഭയങ്കര പ്രവാചകനാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർ വഞ്ചിക്കപ്പെട്ടില്ലേലല്ല ഉള്ളൂ അതിശയം. നമ്മൾ പറയത്തില്ലേ, അയാൾ അങ്ങനെയൊക്കെ ചിലതൊക്കെ പറഞ്ഞത് തെറ്റിയെങ്കിലും ചിലതൊക്കെ പച്ചലയും കത്രിക പോലെ ചുമ്മാ. ഞാൻ പറയട്ടെ, ഇത് ഇങ്ങനെ പലതിടും. നമ്മൾ ഈ ഒരു നമ്മുടെ സൈക്കോളജിയെ, നമ്മുടെ ആ മെൻ്റൽ സ്റ്റേറ്റിനെയൊക്കെ ഇവർ സത്യത്തിൽ മുതലെടുക്കുക. പ്രയാസപ്പെട്ടും ക്ഷീണിച്ചും രോഗത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ഞാനീ പറഞ്ഞു വരുന്നത് ട്രൂ പ്രോഫസി ഇല്ലെന്നല്ല. ട്രൂ പ്രോഫസി എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നും ഒക്കെ വേദോസം പഠിപ്പിക്കുന്നുണ്ട്. ഗിഫ്റ്റ് ഓഫ് പ്രോഫസി ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അത് കർത്താവിൻ്റെ വരവരെയും സഭയിലുണ്ട് താനും. അത് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുക. എന്നാൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ പരിപാടികളൊന്നും അല്ലിത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ യെരമ്യാനോട് പറയുക, ഈ ചുമ്മാതെ സ്വന്തം ഹൃദയത്തിൽ തോന്നിയെല്ലാം വിളിച്ചു പറഞ്ഞേച്ച് പറയുന്നത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. പഴയ നിയമത്തിൽ ഒത്തിരിയുണ്ട്. ആഹാബിൻ്റെ കാലത്താണെന്നുണ്ടേ പിന്നെ അവന് യഹോശാഫാത്തിനെയും കൂട്ടി യുദ്ധത്തിന് പോകുന്നുണ്ടെ ഒരു പുള്ളി വന്നു വെച്ച് ഒരു കൊമ്പൊക്കെ ഉണ്ടാക്കി പറഞ്ഞു, ഇതുകൊണ്ട് നീ ആരാമ്യരെ തകർത്ത് കളയും. പക്ഷെ ഒരു ട്രൂ പ്രോഫറ്റ് എന്നെ പറഞ്ഞു, ട്രൂ പ്രോഫറ്റ് ജനത്തിന് ആ ഓളത്തിന്, കാരണം ആദ്യമേ അവനോട് പറഞ്ഞായിരുന്നു നിൻ്റേതും ഒത്തു വന്നോണം അല്ലേ കുഴപ്പമാണെന്ന് പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു എൻ്റേത് ഒത്തു വരികയില്ല. എന്നിട്ട്
ആദ്യമേ വന്നേച്ച് എനിക്ക് തോന്നുന്നു ഒരു സർക്കാസ്റ്റിക്കലി ആയിരിക്കും പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ആഹാവ് പറഞ്ഞത് സർക്കാസ്റ്റിക്, പോകാം നീ ജയിക്കും എന്നൊക്കെ ഒരു പരിഹാസ രൂപേണ ആയിരിക്കും അവൻ പറഞ്ഞു. ഉടനെയാണ് ആഹാവ് പറയുന്നത്, ഞാൻ കണ്ടോ ഞാൻ അന്നേരമേ നിന്നോട് പറഞ്ഞില്ലേ ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണം പറയുന്ന ഒരുവനല്ല എന്ന് ഞാൻ അന്നേരേ പറഞ്ഞില്ലേ. ഉടനെ പറഞ്ഞു, യഹോവ എനിക്ക് കാണിച്ചു തന്നെ ഞാൻ പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഒടുവിൽ അവനെ ബന്ധനസ്ഥലാക്കാനൊക്കെ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ആക്കിക്കോ, പക്ഷേ യഹോവ എന്നെ അയച്ചേക്കുക. നോക്കിയേ, അതായത് യഹോവ കൊടുത്ത കാര്യത്തിൻ്റെ ആ ദർശനവും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും കൊടുത്തേച്ചാ വിട്ടേക്കുന്നു. ഭയങ്കര ഉറപ്പോടായി വന്ന് പറയുന്നേ. ഞാൻ പറയണം, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അതായത് മനുഷ്യൻ്റെ ഇഷ്ടം തോന്നിയിട്ട് അവൻ പറഞ്ഞ കാര്യമല്ലെന്ന്. ഫോൾസ് പ്രോഫറ്റിൻ്റെ ലക്ഷണമാണ് അവൻ്റെ മനസ്സിൽ തോന്നിയേച്ച് പറയുന്നത്. ഇനി യെരമ്യാ പ്രവചനത്തിൽ ഒരു വാക്യം കൂടെ വേണേ ഒന്ന് വായിച്ചു. 23:16. നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല അവര്. സ്വന്തം ഹൃദയത്തിലെ എന്ന് പറഞ്ഞ ഓൺ ഇന്റർപ്രിട്ടേഷൻ, സ്വന്തം ഹൃദയത്തിലെ ദർശനം അവന്മാര് വിളിച്ചു പറയുക. സ്വന്തം ഹൃദയത്തിൽ തോന്നിയൊക്കെ അങ്ങ് പറഞ്ഞു വെച്ച് പറയും, ആത്മാവ് പറയുന്നു എന്നൊക്കെ അങ്ങ് ചേർത്തേച്ചാൽ മതിയല്ലോ, പറഞ്ഞാൽ മതിയല്ലോ. ഇത് പറയുകയാണ് സ്വന്തം ഹൃദയത്തിലെ. ഇതൊക്കെ ഒരു സൈക്കോളജി മുതലെടുക്കുക. ആത്മാവ് എന്നോട് പറയുക, ചിലരെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. നാച്ചുറലി ഒരു നാടൻ ഭാഷ ഉപയോഗിക്കുന്ന ഒരു പ്രസംഗം ഒരിക്കൽ പറഞ്ഞ, ചിലർക്ക് വരുമ്പോൾ അവർക്ക് വരുമ്പോഴേ അറിയാം ചിലരിങ്ങനെ പുള്ളു പിടിച്ച്, അദ്ദേഹം പറഞ്ഞൊരു ഒരു ഭാഷാപ്രയോഗം ഞാനങ്ങ് ഉപയോഗിക്കാം, പുള്ളു പിടിച്ച കോഴിയെ പോലെ ഇങ്ങനെ ചിലരിയ്ക്കുന്ന കാണുമ്പോഴേ ഇവർക്കറിയാം എന്തോ പ്രശ്നമുണ്ട്. അവരോട് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാം, അതൊക്കെ അങ്ങ് ഒത്തുവരും. ഞാൻ ഈ വിഷയം മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്വന്തം ഓൺ ഇൻ്റർപ്രിട്ടേഷൻ അല്ല, പിന്നെന്താ? ഞാൻ ഈ ട്രൂ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി എന്താണെന്ന് എനിക്കറിയാം. ഒരിക്കൽ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, ഞങ്ങളുടെ എൻ്റെ മദർ ചർച്ചിൽ നടന്ന ഒരു സംഭവം. 2 സഹോദരന്മാർ തമ്മിൽ വിരോധത്തോടിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുള്ള, എനിക്കറിയാം. അവരോട് ഒരു കർത്താവിൻ്റെ ദാസൻ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന 2 അച്ചായന്മാർ തമ്മിൽ ഇത്ര നാളായിട്ട് അവർ പിണങ്ങി ഇരിക്കുകയാണ് സഭയിൽ. ഒന്നും പറഞ്ഞില്ല, അന്യഭാഷയും പറഞ്ഞില്ല, കണ്ണുടച്ചില്ല. അതാ ഏറ്റവും ഇൻട്രീഗിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. സിമ്പിളായിട്ട് ഞാൻ ഇങ്ങനെ നിന്ന് പറയുന്നത് പോലെ അത് നിന്ന് പറയുക. ദാറ്റ് ഈസ് പ്രോഫസി. അതാ ഗിഫ്റ്റ് ഓഫ് പ്രോഫസി അല്ലേ? അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഒരു ഞാൻ ഇന്നെന്ന പോലെ അത് ഓർക്കുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സാക്ഷ്യം വഹിച്ച ഒരു കാര്യമാണ്. ഇന്നെന്ന പോലെ ഓർക്കുന്നു. ഒരു സന്ദേഹവുമില്ല കാര്യം പറയുന്നതിനൊന്നും. അല്ലേ ഇത് പറയുന്നത് തെറ്റിപ്പോകുന്നോ? മുമ്പേ പറഞ്ഞ 3ന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു വിഷയമില്ല, കൂളായിട്ട് പറയുക. എന്തോ ഉറപ്പായിട്ടാണ് പറഞ്ഞതെന്നറിയാം. See, that is what gift of prophecy is. അത് മനസ്സിൽ തോന്നിയ കാര്യമൊന്നുമല്ല. that is different. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, അതായത് ഫോൾസ് പ്രോഫറ്റിൻ്റെ ലക്ഷണമാണ് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചേർക്കുക എന്നുള്ളത്. എന്നാൽ ട്രൂ പ്രോഫറ്റ് എന്തല്ല, അത് മനുഷ്യന് അവൻ്റെ സ്വന്തമാകുന്ന കാര്യമൊന്നുമല്ല. അവൻ പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ, ദൈവത്തിൻ്റെ കൽപ്പനയാൽ അവൻ സംസാരിച്ചതത്രേ. അപ്പോൾ ഈ തിരുവെഴുത്ത് മുഴുവൻ എന്താണ്? അതാണെന്ന് പറയുക പത്രോസ്. അതാന്നാ പറയുന്നേ. ഈ തിരുവെഴുത്തെല്ലാം, ഈ പ്രവാചക വാക്യമെല്ലാം എന്താ? നിങ്ങൾ അതിനെ കരുതിക്കൊള്ളണം. എന്തുകൊണ്ട് കരുതണം? ഇത് ഭയങ്കര ഉറപ്പുള്ള കാര്യമാണ്. ഞങ്ങൾ നേരിട്ട് കണ്ട കാര്യമാണ്. മാത്രമല്ല, ഞങ്ങൾ പറയുന്ന ഈ സത്യത്തിന് തിരുവെഴുത്തിൻ്റെ ഉറപ്പുണ്ട്. ആ തിരുവെഴുത്ത് മനുഷ്യന് തോന്നിയത് പറഞ്ഞ കാര്യമല്ല.
പിന്നെ ദൈവത്തിൻ്റെ തന്നെ വെളിപ്പാടിനാൽ, ദൈവം തന്നെ നൽകിയ വ്യാഖ്യാനത്താൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യൻ സംസാരിച്ചതത്രേ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പത്രോസ് അപ്പോസ്തലൻ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഫോക്കസ് എല്ലാം ആരിലേക്കാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കിയേ. ക്രിസ്തുവിങ്കിലേക്ക്. ആരെയാ ചൂണ്ടുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ച്. ഏതെല്ലാം വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അവിടുത്തെ മഹത്വവും അവിടുത്തെ ശക്തിയും അവിടുത്തെ ആ വരവിനെ കുറിച്ച്, ആ പ്രഭാത നക്ഷത്രമെന്ന് കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. കർത്താവിങ്കിലേക്ക് ചൂണ്ടുക. അപ്പോൾ ക്ലോസ്ലി ഒബ്സർവ് ദാറ്റ്. ഇന്ന് നമ്മുടെ ആ ഫോക്കസ് എല്ലാം മാറിയിട്ട് കർത്താവിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ വരണം. കാരണം ഈ തിരുവഴുത്തെല്ലാം ആരിലേക്കാണ് ചൂണ്ടുന്നത്? കർത്താവിങ്കിലേക്കാ. ഈ തിരുവഴുത്തെല്ലാം ദൈവത്തിൻ്റെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് us pay more attention to that എന്നുവരെ നമുക്ക് അതിനെ ധ്യാനിക്കാം, അത് പഠിക്കാം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. കർത്താവിൻ്റെ വരവ് വരെ ഇതിനെ വാല്യൂ ഉള്ളതായിട്ട് കരുതാൻ നമുക്കിടയാകട്ടെ. ഇന്ന് അതിൻ്റെ വിലയെ കുറച്ച് കാണുകയാണ്. ഇന്ന് പലയിടങ്ങളിലും ഇന്നിപ്പോൾ സമയമില്ല, ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ഇനിയിപ്പോൾ സമയമില്ല. എന്തുകൊണ്ട് സമയമില്ല? ആദ്യമേ സമയം നഷ്ടപ്പെടുത്തുന്നു. നോ, നമ്മൾ ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക. കാരണം ഇത് മനുഷ്യൻ്റെ ഇഷ്ടത്താലൊന്നും വന്നതല്ല, സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. മനുഷ്യർ ദൈവാത്മ നിയോഗം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻ എന്താ? ഇതാ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻ. ഐ വിറ്റ്നസ് ടെസ്റ്റിമണി, തിരുവഴുത്തിൻ്റെ സാക്ഷ്യം. അതുകൊണ്ട് അതിനെ വളരെ നന്നായിട്ട് നമുക്ക് കരുതാം. കാരണം അങ്ങനെ കരുതുമ്പോൾ നമ്മൾ ഒരു ദിവസം സന്തോഷിക്കുന്ന ഒരു ദിവസം വരിക. കാരണം പ്രഭാതം ഇങ്ങ് അടുത്തു, ഉദയനക്ഷത്രം ഉദിക്കാൻ പോകുകയാണ്. ആകയാൽ അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ തിരുവഴുത്ത് നമ്മുടെ പ്രമോദമാകത്തക്ക നിലയിൽ കർത്താവിനെ അക്ഷയമായിട്ട് നമുക്ക് സ്നേഹിക്കാം. ആരിതെഴുതിയോ ആരിത് തന്നോ ആ വ്യക്തിയോടുള്ള ബന്ധം, ആ റിലേഷൻഷിപ്പിൽ മാത്രമേ ഇത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആകയാൽ അത് നമ്മിൽ നന്നായി വരേണ്ടതിന് നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.